നമസ്കാരം പ്രിയപ്പെട്ടവരെ. ഒരു 40 രൂപ എടുത്തിട്ട് ഒരു ചായപ്പൊടി വാങ്ങിയാൽ 100 രൂപ മുതൽ 10 ലക്ഷം രൂപ വരെ സമ്മാനം കിട്ടാൻ പറ്റുന്ന ബോച്ചെ ടീ എങ്ങനെ ഓൺലൈൻ വാങ്ങാം എന്നുള്ള വീഡിയോ ആണിത്. ഒരുപാട് പേര് ആവശ്യപ്പെട്ടിരുന്നു ഇത് എങ്ങനെ വീഡിയോ ചെയ്യണം എന്നുള്ളത്. അതുകൊണ്ടാട്ടോ ചെയ്യണത്. മാത്രമല്ല, ബോച്ചെ അതായത് ബോബി ചെമ്മണ്ണൂര് നല്ലൊരു ബിസിനസ് മാൻ ആണ്, അതിൽ തർക്കമില്ല. അതോടൊപ്പം തന്നെ ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങൾ അദ്ദേഹം ചെയ്യുന്നുണ്ട്. ഈയിടെ നടന്ന കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയുമെന്ന് കരുതുന്നു. സൗദിയിലെ വധശിക്ഷ ലഭിക്കേണ്ടിയിരുന്ന ഒരു മലയാളിക്ക് ഇദ്ദേഹത്തിൻ്റെയും കൂടെ ഇടപെടലുകൾ ഒരുപാട് പേര് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇദ്ദേഹം കൂടെ വന്നപ്പോൾ വളരെ പെട്ടെന്ന് അതിനു വേണ്ടിയിട്ടുള്ള 32 കോടിയോളം രൂപ, അതായത് 34 കോടിയോളം പിരിച്ചു കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങളും കൂടെ ചെയ്യുന്ന വ്യക്തിയാണല്ലോ ബോച്ചെ. അപ്പോൾ അദ്ദേഹം ബോച്ചെ ടീ എന്നുള്ളൊരു പ്രൊഡക്റ്റ് കൊണ്ടുവന്നുണ്ട്. ഇതിൽ കിട്ടുന്ന വരുമാനത്തിന്റെ മാക്സിമം കാര്യങ്ങൾക്ക് ഉപയോഗിക്കുകയാണെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അതുമാത്രമല്ല, ഈ ബോച്ചെ ടീ വാങ്ങുന്നവർക്ക് 100 രൂപ മുതൽ 10 ലക്ഷം രൂപ വരെ ദിവസേന സമ്മാനങ്ങൾ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതെങ്ങനെ നമ്മൾ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാമെന്നാണ് കാണിക്കുന്നത്. ഈ സൈറ്റിലൂടെ പോയി കഴിഞ്ഞിട്ട് 40 രൂപയുടെയാണ് ചായപ്പൊടിയുടെ പാക്കറ്റിന് വില വരുന്നത്. ഇത് വാങ്ങുമ്പോൾ നമുക്കൊരു കോഡ് കിട്ടും. ഈ കോഡാണ് ലക്കി ഡ്രോയിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക. അങ്ങനെ നമ്മൾ ഈ ചായപ്പൊടി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ചെമ്മണൂർ ജ്വല്ലേഴ്സിന്റെ ഓരോ ബ്രാഞ്ചിൽ പോയിട്ടാണ് ഈ പാക്കറ്റ് വാങ്ങേണ്ടത്. അതെങ്ങനെയെന്നുള്ളതാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഇതിനോട് താല്പര്യമുള്ളവർ കാണുക. ബോച്ചയുടെ കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് സ്പെഷ്യൽ സല്യൂട്ട്. അദ്ദേഹത്തിന് ഇനിയും ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ പറയുന്നത്. ആദ്യം ഗൂഗിൾ ക്രോം എടുക്കുക. ഗൂഗിൾ ക്രോമിൽ ബോച്ചെ ടീ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു റിസൾട്ട് വരും. അതിൽ ആദ്യത്തെ റിസൾട്ട് തന്നെ ക്ലിക്ക് ചെയ്യുക. www.bochetee.com ആണ് സൈറ്റ്. അപ്പോൾ ഇങ്ങനെ വരും. ഇതിൽ തന്നെ മുകളിൽ ഇൻസ്റ്റാൾ ബോച്ചെ ടീ ആപ്പ് എന്ന് പറഞ്ഞിട്ട് വരും. വേണമെങ്കിൽ അപ്പോൾ അമർത്തിയിട്ട് ഇൻസ്റ്റാൾ ചെയ്യുക. ഇങ്ങനെയാണ് അതിൻ്റെ ഇന്റർഫേസ് വരുന്നത് കേട്ടോ. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിൽ ആദ്യമായിട്ട് ചെയ്യണം, ഒരു രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ രജിസ്റ്റർ എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നിങ്ങളുടെ പേര്, മൊബൈൽ നമ്പർ, പാസ്വേഡ്, പിന്നെ മെയിൽ ID, ഏതാ സ്റ്റേറ്റ്, ആധാർ കാർഡ് നമ്പർ, ഇത്രയും കാര്യങ്ങൾ കൊടുക്കണം. പാസ്വേഡ് കൊടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം. 8 അക്ഷരത്തിൽ കൂടുതൽ ഉണ്ടായിരിക്കണം. ഒരു ക്യാപിറ്റൽ ലെറ്റർ വേണം, ഒരു സ്മോൾ ലെറ്റർ വേണം, ഒരു അക്കം വേണം, അതോടൊപ്പം ഒരു സിമ്പിൾ വേണം. ഇത്രയും കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട് കേട്ടോ. അതായത് ഉദാഹരണത്തിന് പറയാം, Kerala@123, അതിൽ K ക്യാപിറ്റൽ, ERAL എന്നുള്ളത് സ്മോൾ ലെറ്റർ, എന്നുള്ളൊരു സിമ്പിൾ, 123 എന്നുള്ളൊരു അക്കം. ഇത് ഉദാഹരണം പറഞ്ഞതാണ് കേട്ടോ. ഇതുപോലെ ആയിരിക്കണം എന്നാണ് പറയുന്നത്. അങ്ങനെ ചെയ്ത ശേഷം താഴത്തെ ആധാർ കാർഡ് നമ്പർ ഉണ്ടല്ലോ, അതും കൂടെ കൊടുത്തിട്ട് രജിസ്റ്റർ എന്നുള്ളത് കൊടുക്കുക. ഫോണിലേക്ക് ഒരു OTP വരും. ആ OTP ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് സബ്മിറ്റ് OTP കൊടുക്കുക. ഇങ്ങനെ തന്നെയാണ് അതിന്റെ ഇന്റർഫേസ് വരുന്നത്. അതിൽ തന്നെ അത് എങ്ങനെ പർച്ചേസ് ചെയ്യുക, പേയ്മെന്റ് ചെയ്യുന്നത് കാണിക്കണ്ടേ. എന്നാലും ആ വലതുവശത്തുള്ള 3 വരയില്ലേ, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ കണ്ടോ സ്റ്റോർസ് എന്നുള്ളത്. കേരളത്തിലെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ഈ സ്റ്റോർസ് ഉണ്ട് കേട്ടോ. 10 മുതൽ 6 മണി വരെയാണ്. ഞാനിപ്പോൾ ഇതോടെ പാലക്കാട് കാണിക്കാം. പാലക്കാട് ജില്ലയിൽ മണ്ണാർക്കാട് ഉണ്ട്, ഒറ്റപ്പാലം ഉണ്ട്, പാലക്കാട് ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഈ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന കോഡ് വെച്ചിട്ട് അവിടെ പോയിട്ടെല്ലാം പർച്ചേസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇങ്ങനെ നിങ്ങളുടെ അടുത്തുള്ള സ്റ്റോർ ഏതാണെന്നുള്ളതൊന്ന് നോക്കി വെക്കുക. കേരളം മാത്രമല്ല കേട്ടോ, തമിഴ്നാടും ഒക്കെ ഉണ്ട് ഇതിൽ. ഇനി നമുക്ക് എങ്ങനെ ക്യാഷ് ആഡ് ചെയ്യാന്നുള്ളത് നോക്കാം. അതിൽ കണ്ടോ ആഡ് ക്യാഷ് എന്നുള്ള, അതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ കാണും. കറണ്ട് ബാലൻസ് എൻ്റെ 0 ആണ്, ഞാൻ ഒന്നും അതിൽ ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്കൊരു 100 രൂപ ചെയ്യാൻ വേണ്ടിയിട്ട് 100 രൂപയിൽ ക്ലിക്ക് ചെയ്യാണ്. 100 രൂപ ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യം ഇങ്ങനെ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് മുകളിൽ ഷിപ്പിംഗ് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞിട്ട് കാണും. ജസ്റ്റ് നിങ്ങളുടെ അഡ്രസ്സ് കാര്യങ്ങളെല്ലാം അതിൽ കൊടുത്തു വെക്കുക. അതിൽ പിൻകോഡ് കൊടുക്കണം, ജില്ല കൊടുക്കണം, സ്റ്റേറ്റ് കൊടുക്കണം. അങ്ങനെ എല്ലാ കാര്യങ്ങളും കൊടുത്തു വെച്ചിട്ട് താഴത്തെ പേയ്മെന്റ് ഇൻഫർമേഷൻ അല്ലേ, അതൊന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പല വിധത്തിലും പേയ്മെന്റ് ചെയ്യാൻ പറ്റും. ക്രെഡിറ്റ് കാർഡ് കൊടുക്കാം, ഡെബിറ്റ് കാർഡ് കൊടുക്കാം, UPI കൊടുക്കാം, നെറ്റ് ബാങ്കിങ് കൊടുക്കാം. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഞാനിവിടെ UPI ആണ് സെലക്ട് ചെയ്യുന്നത്. നമുക്കതാണല്ലോ ഈസി, ഗൂഗിൾ പേ ഒക്കെ ആണല്ലോ. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു QR കോഡ് ജനറേറ്റ് പറഞ്ഞിട്ട് വരും. അത് ചെയ്തിട്ടും അത് സ്കാൻ ചെയ്തിട്ട് നമുക്ക് അടയ്ക്കാം. ഇനി അതല്ലെങ്കിൽ താഴത്ത് കണ്ടോ നമ്മളുടെ UPI ID ഉണ്ടല്ലോ, ഇപ്പോൾ ഒരു @SBI പറഞ്ഞിട്ട് കാണുമല്ലോ, അത് ചെയ്ത് കൊടുത്തിട്ടും നമുക്ക് ചെയ്യാം. ഞാനിപ്പോൾ അവിടെ QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാണ്. അപ്പോൾ നമുക്ക് ഗൂഗിൾ പേൻ്റെ ഇതിൽ കാണിക്കാൻ പറ്റില്ല കേട്ടോ എങ്ങനെ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ കണ്ടോ ക്യാഷ് ഡെപ്പോസിറ്റ് സക്സസ്ഫുൾ പറഞ്ഞിട്ട് വരും. അപ്പോൾ 100 രൂപ എൻ്റെ അക്കൗണ്ടിലേക്ക് കയറി കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ ഞാൻ എൻ്റെ അക്കൗണ്ടിൽ നിന്ന് 100 രൂപ ഇതിലേക്ക് കയറ്റി കഴിഞ്ഞു. ഓക്കെ, അതിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ബാലൻസ് അതിൽ കാണാൻ പറ്റും. മൈ ബാലൻസ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ അവിടെ 100 രൂപ കണ്ടോ, എൻ്റെ 0 ആയിരുന്നു, ഇപ്പോൾ 100 രൂപ ആയിട്ടുണ്ട്. വീണ്ടും 3 വരയിൽ പോയിട്ട് പ്രൊഡക്ട്സ് എന്നുള്ളതിൽ പോവുക. അപ്പോൾ ഇങ്ങനെ പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് കാണും. ചായപ്പൊടിയുടെ ഡീറ്റെയിൽസ് 40 രൂപയാണ് ഒരു പാക്കറ്റിന് എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ അവിടെ 2 പാക്കറ്റ് കൊടുക്കണം, കാരണം ഞാൻ 100 രൂപ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ 2 പാക്കറ്റിന് കൊടുക്കുകയാണ്. അപ്പോൾ ആ താഴത്തെ 2 എന്ന് കൊടുത്തിട്ട് ബൈ നൗ എന്നുള്ളത് കൊടുക്കുക. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഓർഡർ പ്ലേസ്ഡ് സക്സസ്ഫുള്ളി എന്ന് കാണും. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്ക് ഇത് എത്തുന്നുള്ളതല്ല കേട്ടോ. അപ്പോൾ തന്നെ ഇതാ മെസ്സേജ് വന്നു കണ്ടോ. 2 പാക്കറ്റ് വാങ്ങിയതുകൊണ്ട് 2 മെസ്സേജാണ് വന്നിട്ടുണ്ടാവുക. ഞാൻ ആ പ്രൊമോ കോഡ് കാണിക്കുന്നില്ല, ഇങ്ങനെ 2 മെസ്സേജ് ആയിരിക്കും. അപ്പോൾ അതിൽ യുവർ ടിക്കറ്റ് നമ്പർ പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു നമ്പർ ഉണ്ടാകും. ഈ നമ്പറാണ് ലക്കി ഡ്രോയിന്. ഞാനിപ്പോൾ ഇന്നലെ രാത്രിയാണ് ചെയ്തത്. ഇന്ന് ലക്കി ഡ്രോയിന് ചെയ്യുന്നുണ്ടാവും. 10 ലക്ഷം കിട്ടിയാൽ ഞാൻ അറിയിക്കാം. 10 അല്ല, എത്ര കിട്ടിയാലും ഞാൻ അറിയിക്കാം കേട്ടോ. അത് ഞാൻ ആദ്യത്തെ കമൻറ്റിൽ കൊടുക്കാം.
അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കൂ, അവിടെ കണ്ടോ മൈ ടിക്കറ്റ് എന്നുള്ളവിടെ റിസൾട്ട് അവൈറ്റിംഗ് എന്നുള്ളതുണ്ട്. നമുക്ക് എന്തെങ്കിലും പ്രൈസ് ഉണ്ടെങ്കിൽ അവിടെ കാണും, മെസ്സേജ് ആയിട്ടും വരും. ഈ 10 ലക്ഷം കിട്ടിയവരെയൊക്കെ ബോച്ച് ഡയറക്റ്റ് വിളിക്കുന്നുണ്ട്, അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിലൊക്കെ കണ്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ നോക്കൂ, മൈ ബാലൻസിൽ പോയി കഴിഞ്ഞാൽ ബാലൻസ് 20 രൂപയേ ഉള്ളൂ, 80 രൂപ പോയില്ലേ. അപ്പോൾ നമുക്ക് ആ സ്റ്റോർസിൽ പോയിട്ട് ഇത് വാങ്ങാൻ പറ്റും. ഈ കോഡ് കാണിച്ചാൽ മതി. ഞാനത് 2 ദിവസം കഴിഞ്ഞിട്ടേ പോകുന്നുള്ളൂ, ടൗണിലേക്ക് പോണ സമയത്ത് വാങ്ങാമെന്ന് കരുതിയിട്ടാണ്. പിന്നെ ഓൺലൈൻ ഓപ്ഷൻ, ഓഫ്ലൈൻ ഓപ്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് കാണുന്നുണ്ട്. നിങ്ങൾക്ക് ഡീറ്റെയിൽസ് എല്ലാം വായിച്ചു നോക്കുക. പിന്നെ ഈ പ്രൈസിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം അതിലുണ്ട്, എല്ലാം ഒന്ന് വായിച്ചു നോക്കുക. മാത്രമല്ല ഇത് എങ്ങനെ ചെയ്യേണ്ടതെന്നെല്ലാം ആ സൈറ്റിൽ കാണിക്കുന്നുണ്ട്, എങ്ങനെയാണ് പൈസ അടയ്ക്കേണ്ടത് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. ഇനി നമുക്ക് വീണ്ടും ഇത് ഫ്യൂച്ചർ ആവശ്യത്തിന് വേണ്ടി എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ക്രോമിൽ മുകളിൽ 3 കുത്തുണ്ടല്ലോ, ആ കുത്തിൽ പോവുക. ആ സമയത്ത് കണ്ടോ ഇൻസ്റ്റാൾ ആപ്പ് എന്നുള്ളത് കാണും, ഇത് ഇൻസ്റ്റാൾ ചെയ്ത് വെക്കുക. അപ്പോൾ ഒരു ആപ്പായിട്ട് ഇൻസ്റ്റാൾ ആകും. പ്ലേ സ്റ്റോറിൽ ഇല്ലാതെ ഇത് വെബ് മാത്രം വെച്ച് ചെയ്യാവുന്ന ഒരു ആപ്പാണ് തോന്നുന്നു. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഫോണിന്റെ ഏറ്റവും മുന്നിൽ കിടക്കുകയും ചെയ്യും. നമുക്ക് ഒറ്റ ക്ലിക്കിൽ തന്നെ നമുക്ക് അവിടെ എത്താം. ഓരോ തവണയും സൈറ്റിൽ പോകേണ്ടതില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയും കൂടെ ചെയ്തു വെക്കുക ഫ്യൂച്ചർ ആവശ്യത്തിന്. ഞാൻ എടുത്ത ഈ 2 ടിക്കറ്റിന് ഏറ്റവും ചെറിയ പ്രൈസ് ആണെങ്കിൽ, എന്ത് പ്രൈസ് ആണെങ്കിലും എനിക്ക് കിട്ടുകയാണെങ്കിൽ, അങ്ങനെ വലിയൊരു പ്രൈസ് കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഇതിന് താഴത്തെ ആദ്യത്തെ കമന്റിൽ ഞാൻ കൊടുക്കാം അത് കിട്ടിയത് എത്രയെന്നുള്ളത്. അതുപോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലും 100 രൂപ മുതൽ ഇതിൽ പ്രൈസ് ഉണ്ട്, നിങ്ങൾക്ക് ആർക്കെങ്കിലും കിട്ടുകയാണെങ്കിലും ദയവായിട്ട് കമന്റായിട്ട് അറിയിക്കുക. വീണ്ടും പറയുകയാണ്, അദ്ദേഹം ബിസിനസ്സാണ് ചെയ്യണം, അങ്ങനെയുള്ള പല വിമർശനങ്ങളും വരുന്നുണ്ട്. തീർച്ചയായിട്ടും അദ്ദേഹം ബിസിനസ് തന്നെയാണ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ അദ്ദേഹം കുറേ കാരുണ്യ പ്രവർത്തനങ്ങളും ചെയ്യുന്നുണ്ട്. എല്ലാ ബിസിനസ്മാനും ഇങ്ങനെ ചെയ്യുന്നുണ്ടോ? ഇല്ലല്ലോ. ബിസിനസ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അതോടൊപ്പം തന്നെ രണ്ടും കൂടെ കൊണ്ട് നടക്കുന്ന വളരെ കുറച്ച് പേരേ ഉള്ളൂ. അതിലൊരാളാണ് ഇദ്ദേഹം. ഒരുപാട് കാരുണ്യ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതിനെ പ്രത്യേകം നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്തല്ലേ പറ്റുള്ളൂ. അദ്ദേഹത്തിന് ഇനിയും ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യാൻ സാധിക്കട്ടെ, സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ഇതൊക്കെയാണ് ഇതിന്റെ കാര്യങ്ങൾ. നിങ്ങൾക്കത് പ്രയോജനപ്രദമായി എന്ന് കരുതട്ടെ. എന്നാൽ ശരി, അടുത്തൊരു വിഷയമായിട്ട് അടുത്ത വീഡിയോയിൽ അടുത്ത് തന്നെ കാണാം. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.